മന്തി കഴിക്കാൻ വന്നിരിക്കുകയാണ്. കുബാബ മന്തി. മന്തി കഴിക്കണമെങ്കിൽ ഇപ്പൊ വെയിറ്റ് ചെയ്തിരിക്കേണ്ട അവസ്ഥയാണ്. ഫുഡ് ഇറങ്ങിയിരിക്കണ എല്ലാരും മന്തിക്ക് വേണ്ടി വെയിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കഴിക്കാം. അതെ, അടുത്ത ടീം ഇരിക്കണ്. കിച്ചപ്പാ മന്തി കിട്ടോ? മന്തി കിട്ടും. പേര് കൊടുക്കണ തന്നെ ഓട്ടോ. ഇവിടെ കേരളത്തിൽ ഇപ്പൊ മന്തി കിട്ടണമെങ്കിൽ ഇപ്പൊ നമ്മുടെ വേഷപ്പിന് മുമ്പേ വരേണ്ടതാണ്. കൊറേ നേരത്തെ ഇടവേളക്ക് ശേഷം സ്ഥലം കിട്ടിയിരിക്കുന്നു. ഇവിടുത്തെ കുബാബ അൽഫാം മന്തി പറയാം. എന്താ മൂന്ന് നോക്കാം. എടാ ഏതാ പറഞ്ഞേ? മന്തി ഏതാ പറഞ്ഞേ? ഞാൻ എന്റെ കാര്യം പറയാം. എന്തൊക്കെ തന്റെ ഡിമാൻഡ്സ് കേക്കട്ടെ. എനിക്കൊരു മട്ടൻ മന്തി ക്വാർട്ടർ, പിന്നെ ഒരു ബീഫ്, പിന്നെ ഒരു കുബാബ സ്പെഷ്യൽ ഒരു ക്വാർട്ടർ. ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മത്സരമായിരുന്നു വയ്യാണ്ടായി. ബില്ല് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് അനിയന്റെ തീറ്റയെങ്കിൽ ബാക്കി യാത്ര പോകാൻ ലോക ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി. മന്തി കഴിക്കാൻ വന്നിരിക്കുകയാണ്. കുബാബ മന്തി. ഇന്ന് ഫുഡ് ബ്ലോഗാണ് അല്ലേ? ഫുട്ബോളാണ് നമ്മുടെ. കല്ലും കപ്പയും. ഇവിടുത്തെ പ്രധാന ഭക്ഷണം കല്ലും കപ്പയാണ്. അത് നമ്മള് അറേഞ്ച്മെന്റ് മന്തി കിട്ടിയില്ല, നമ്മള് കുബാബ വന്നേക്കാണ്. അതെ അതെ, മന്തി കഴിച്ചിട്ട് നമുക്ക് പോകുള്ളൂ. തിരക്ക് അതെ, കുബാബയില് മുട്ടൻ തിരക്ക്. അവിടെ പേരെഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നേക്ക് വെച്ചു. അവളെ കഴിക്കണ മറ്റേ സാധനം കണ്ട എന്റെ ബാക്കി ടോക്കി ചേട്ടൻ ഉറം മേടിച്ച് കടയിൽ വെച്ചോ. അടാ അവനും കൊടുക്ക്. ഹലോ പണിയുടെ പണി കഴിഞ്ഞോ? അവിടെ റേഞ്ച് ഇല്ല. നമുക്ക് മന്തി വന്നിട്ട് കാണാം. അതെ ചേപ്പാ, മന്തി കഴിക്കണമെങ്കിൽ ഇപ്പൊ വെയിറ്റ് ചെയ്തിരിക്കേണ്ട അവസ്ഥയാണ്. ഫുഡ് ഇറങ്ങിയിരിക്കണ എല്ലാരും മന്തിക്ക് വേണ്ടി വെയിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കഴിക്കാം. അതെ, അടുത്ത ടീം ഇരിക്കണ്. കിച്ചപ്പാ മന്തി കിട്ടോ? മന്തി കിട്ടും. പേര് കൊടുക്കണ തന്നെ ഓട്ടോ. റിലേയിൽ നിൽക്കണ പോലെ എന്താ കാണിക്കണേ? കിച്ചപ്പാ നീ എന്നെ ഇൻസ്റ്റാഗ്രാമില് ഫോളോ കിച്ചപ്പാ. ഇവിടെ കേരളത്തിൽ ഇപ്പൊ മന്തി കിട്ടണമെങ്കിൽ ഇപ്പൊ നമ്മുടെ വേഷപ്പിന് മുമ്പേ വരേണ്ടതാണ്. അതെ, വിശക്കണതിന് മുമ്പേ പുറപ്പെടണം. ഞാൻ പറഞ്ഞ ലുലുമാളി കയറുന്നതിന് മുമ്പ് ഇങ്ങ് വന്നാൽ മതി. എവിടെ വിളിച്ച്? എന്നിട്ട് നീ അറേബ്യയിൽ പോയിട്ട് പൊട്ടം കത്തി വെക്കണ്ടായിരുന്നല്ലോ. പേര് അവിടെ മാറിക്കണേ. മന്തി വരട്ടെ. കൊറേ നേരത്തെ ഇടവേളക്ക് ശേഷം സ്ഥലം കിട്ടിയിരിക്കുന്നു. ഇവിടുത്തെ കുബാബ അൽഫാം മന്തി പറയാം. എന്താ മൂന്ന് നോക്കാം. ഓക്കെ പറയട്ടെ. സ്പെഷ്യൽ പറയടാ. എന്താ അവസ്ഥ അറിയാൻ പാടില്ല. കഴിച്ചു കഴിഞ്ഞ സാധനം വന്നിട്ടാണ് അല്ലേ? എടാ ഏതാ പറഞ്ഞേ? മന്തി ഏതാ പറഞ്ഞേ? ഞാൻ എന്റെ കാര്യം പറയാം. എനിക്കൊരു മട്ടൻ മന്തി ക്വാർട്ടർ, പിന്നെ ഒരു ബീഫ്, പിന്നെ ഒരു കുബാബ സ്പെഷ്യൽ ഒരു ക്വാർട്ടർ. 3 ക്വാർട്ടർ. നിനക്ക് വേണ്ട നീ മന്തിയൊന്നും വേണ്ട. ഒരു 25 കടി കൊടുത്ത കിച്ചപ്പ ഹാപ്പിയാ. ചപ്പ എന്താ പറയാനല്ലടാ ചപ്പ? ഞാൻ കടി വേറെ മന്തി വേറെ. ഇന്ന് ഞാനിവിടെ കാലിയാക്കും കട അല്ലേ? ശരിയാടാ, കടിയും മന്തിയും വ്യത്യാസമുണ്ട് അല്ലേ? കടി നമുക്ക് 50 എണ്ണം വരെ കഴിക്കാം. മന്തിയും കഴിക്കാം. മന്തി ഒരു 3 എണ്ണം കയറ്റാന്ന്. മന്തി വന്നു വിളമ്പുകയും ചെയ്ത് കഴി തുടങ്ങാൻ. മയോണൈസ് വേണ്ട എനിക്ക്. ഇച്ചപ്പനാണ് ഞങ്ങളുടെ ടെസ്റ്റർ. കാണിക്ക്. അണ്ണ വേഗം ആക്കും അണ്ണ. നീ പറഞ്ഞ കേക്കില്ലേ? ചേട്ടാ കഴിക്കാൻ പോണാണ്. കണ്ടോണ്ട് വെച്ചു കണ്ടോട്ടാ. എടുക്കുക. അടിപൊളി. ഒരു ബൈറ്റ് അടി. ഒന്നും പറയാനല്ല, പോലീസാണ്. സാധാ പെരി പെരി ടേസ്റ്റ് അല്ല, വ്യത്യസ്തമാണ്. എന്ത് പറയുന്നു അറിയോ?
നോക്കട്ടെ. കുഴപ്പമില്ല, നൈസാണ്. എന്താ പറയണേ? കൊള്ളാം. ഇനി കഴിക്കണില്ലേ? ഞാൻ കഴിക്കണ്ട്. എവിടെ ഇനി എനിക്കല്ല പണി, ക്യാമറയും പിടിച്ചിരിക്കണം. ഇവിടെ കുറച്ച് മയോണൈസ് ഞാൻ കഴിച്ചോണ്ടാ ക്യാമറ പിടിക്കുള്ളൂ. ഓ തനിക്ക് പ്രശ്നമായല്ല, വെട്ടം അടിച്ചിട്ട്. ഓ കഴിക്ക്, ഒരു ബൈറ്റ് അടിക്കും. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് രതീഷേ? എങ്ങനെയുണ്ട് രതീഷേ? അത് സീരിയസ് ആയിട്ട് സാധനം സൂപ്പർ, നല്ല ടേസ്റ്റ്. ഇച്ചപ്പം നീ അങ്ങനെ പിടിച്ചിരി, ഞാൻ കുറച്ചു നേരം കഴിക്കട്ടെ. ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മത്സരമായിരുന്നു വയ്യാണ്ടായി. ബില്ല് വന്നിട്ടുണ്ട്. ചെറിയ ബില്ലുണ്ട്. ചെറുത്. അതെ അതെ. ഒരാളെ കാണാനില്ല അവിടെ. അയാളെങ്ങോട്ട് പോയി? അയാളെങ്ങോട്ട് പോയി? ആ അവനുണ്ട്. പോവാ. ബില്ല് കൊടുത്തിട്ട് നമ്മൾ എന്തിനാ പോണ്? സമയം കളഞ്ഞ് മെട്രോയും തീർന്നേ. യൂബർ ബുക്ക് ചെയ്തിട്ട് എന്ത് എവിടെ പോടാ അത്? ആ വന്നുണ്ട്. വഴി തെറ്റിപ്പോയ അവന്. വണ്ടി എത്തി. ആദ്യം എത്താന്ന്, മുന്നിരിക്കണ്ടാന്ന്. കേറിക്കോ. എടാ അത് തന്നെയാണോ? ഗെറ്റ് ഇൻ ദ കാർ. എന്നാണത്? എന്നത് ഇച്ചപ്പന ആദ്യം എത്താൻ വേണ്ടി ഫ്രണ്ടിൽ കയറി. സീറ്റ് ബെൽറ്റ് ഇട്ടോ ഇച്ചപ്പ? അതാണ് നമ്മുടെ മാത്രം വിട്ടില്ല. എന്ത് മര്യാദക്ക വണ്ടിക്ക് വന്നാൽ മതി, ഒരു കാര്യമില്ലായിരുന്നു. അങ്ങനെ എത്ര എടുത്തിരിക്കുന്നു. നമുക്ക് യൂബറിൽ വരുമോ ലാഭം? അങ്ങോട്ട് പോകാൻ 200 രൂപ, ഇങ്ങോട്ട് വരാൻ 170 ഉണ്ടായുള്ളൂ. 150 ലാഭം. എന്നാ 20 നീ എന്തിനും മേടിച്ചില്ല? ഡെയിലി വേറെ നമ്പർ എടുത്തിട്ട് ബുക്ക് ചെയ്യും. പൊളി. ആ യൂബറാരും ചോദിച്ചായിരുന്നു ബ്ലോഗാണോന്ന്. അതെ നമ്മളെ കണ്ടിട്ട് മനസ്സിലായി. പിന്നെ മനസ്സിലാവുന്ന മമ്മൂട്ടിയാണ്. അകത്തിരുന്ന് നല്ല കിച്ചപ്പൻ ഇവിടെ ഏതോ പെങ്കുച്ചിന് മെസ്സേജ് ആൺകൊച്ചാണെന്ന് അറിയില്ല. വോയിസ് അയച്ചു തന്നേക്കണ്. വോയിസോടെ പറഞ്ഞു കൊടുത്തടാ. നീയൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് നീ വോയിസ് അയക്കുന്നത്, ഇവന്മാര് പറഞ്ഞിട്ടാ ഞാൻ. എന്താണ് വോയിസ് അയച്ചേ? അതാണല്ലേ ഞാൻ തൊട്ടിപ്പുറത്ത് അയച്ചാണ്. അതോടി പറയണ നീ തൊട്ടപ്പുറത്ത് ഞാൻ അയച്ചത്. അതിനൊക്കെ വെച്ചു കേട്ടോ. ഇത് ഇവന്റെ കമ്പനിക്കാരനാ. അവന്റെ കമ്പനിക്കാരന്റെ പെങ്ങളെ കൊണ്ട് വോയിസ് കൊള്ളന്മാരാ. ഇന്നൊക്കെ പറ്റിക്കണമെങ്കിൽ ഇന്നൊക്കെ പറ്റിക്കണമെങ്കിൽ ഇങ്ങനെ പറ്റിക്കാം. ഇങ്ങനെ പറ്റിക്കാം. അതെങ്ങനെ? ഒന്നുമില്ല, അവര് വട്ട. അവര് വിറ്റ പൈസ എല്ലാരും നിന്ന് വയറൊക്കെ ബുമ്മന്നായി. ഇതെന്താണത്? അതെന്താ അപ്പൊ ഈ വീഡിയോ തീർക്കണല്ലേ?